بسم الله الرحمن الرحيم للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അല്ലാഹുവിന്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്കു വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്യുക. അവരെപ്പറ്റി അറിവില്ലാത്തവൻ അവരുടെ മാന്യത കണ്ട് അവർ ധനികരാണെന്ന് ധരിച്ചേക്കും. എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്കവരെ തിരിച്ചറിയാം. അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. നല്ലതായ എന്തൊന്ന് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അല്ലാഹു അത് നല്ലതുപോലെ അറിയുന്നവനാണ്. കേരളത്തിന്റെ ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിൽ പുതിയൊരധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനമാരംഭിച്ച പണ്ഡിത കൂട്ടായ്മയാണ് തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ. സമൂഹത്തിൽ ധാർമ്മിക ബോധവും സദാചാരനിഷ്ഠയും വളർത്തുന്നതിനുവേണ്ടി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ അനുഗ്രഹീത പ്രഭാഷകരായ ബഹുമാന്യനായ ഹാഫിസ് കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി നടത്തിയ പ്രഭാഷണങ്ങളാണ് പ്രേക്ഷക സമക്ഷം ഈ കാസറ്റുകളിലൂടെ സമർപ്പിക്കുന്നത്. പ്രഭാഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ എന്തിന് എന്ന് ഒരു ഹ്രസ്വ സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പള്ളി മദ്രസകളിൽ സേവനം ചെയ്യുകയും സമൂഹത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന മുദരിസ്, ഖത്തീബ്, ഇമാം, മുഅല്ലിം, മുഅദ്ദിൻ എന്നീ ഉസ്താദുമാർക്ക് പെൻഷൻ, പ്രോവിഡന്റ് ഫണ്ട്, ഡെത്ത് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സംരംഭമാണ് ഈ അസോസിയേഷൻ. ധാർമ്മിക തകർച്ചയും സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളും ലോകത്ത് ഏറ്റവും വലിയ ഭീഷണിയായി മാറുകയാണ്. മദ്യമയക്കുമരുന്ന് ഉപയോഗവും പെൺവാണിഭവും അഴിമതി, ചൂഷണങ്ങളും കുടുംബകലഹങ്ങളും മാതാപിതാക്കളോട് പോലുമുള്ള ധിക്കാര മനോഭാവങ്ങളും മുഴുവൻ മനുഷ്യരുടെയും ഉറക്കം കെടുത്തുകയാണ്. കൺമുമ്പിലും വീടിനു ചുറ്റും നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നെടുവീർപ്പോടെയാണ് മനുഷ്യൻ വായിച്ചു തീർക്കുന്നത്. ഈ സദാചാരവിരുദ്ധ കുത്തൊഴുക്കിൽ വീണുപോകുന്നവരിൽ ജാതിമത വ്യത്യാസമില്ല, വർഗവർണ്ണ വിവേചനമില്ല, ഭരണപ്രതിപക്ഷ അതിരുകളില്ല. പണക്കാരും പണിക്കാരുമുണ്ട്, പണ്ഡിതരും പാമരരുമുണ്ട്, വലിയവരും ചെറിയവരുമുണ്ട്, ആണും പെണ്ണുമുണ്ട്. ഈ അപകടത്തിൽ ആരു വീണാലും ദുരിതമനുഭവിക്കുന്നത് എല്ലാവരുമാണ്. എല്ലാ ജനങ്ങളുടെയും സമാധാനമാണ് തകരുന്നത്. നാടിന്റെ കെട്ടുറപ്പാണ് പൊളിയുന്നത്. മുൻകാല സമൂഹത്തിൽ തലപൊക്കിയിരുന്ന ഇത്തരം ഭീതിത ഘട്ടങ്ങൾ മറികടക്കാനും സമൂഹത്തെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെ കഴിഞ്ഞിരുന്നു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തോടെ അതിന് അന്ത്യം കുറിക്കപ്പെട്ടു. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അന്ത്യനാൾ വരെ ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പണ്ഡിതന്മാരിലാണ്. നാളിതുവരെ ഈ മാർഗത്തിൽ അതുല്യ സംഭാവനകൾ സമർപ്പിച്ചവരാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ. പ്രതിഫലേച്ഛയില്ലാതെ തുച്ഛമായ വേതനം സ്വീകരിച്ച് ജീവിതം ഇതിനായി മാറ്റിവച്ചവർ. പഠന ക്ലാസുകളും കുടുംബയോഗങ്ങളും രാത്രികാല പ്രഭാഷണങ്ങളും മസ്ജിദുകളിൽ ബോധവൽക്കരണവും നടത്തുന്നവർ. മദ്രസയിലൂടെ
കുഞ്ഞുങ്ങളെ സംസ്കാരം പഠിപ്പിച്ചും ദർസ് കോളേജുകളിലൂടെ യുവാക്കളിൽ സ്വത്വബോധം വളർത്തിയും നാടിനെയും നാട്ടാരെയും നന്മയിലേക്ക് നയിക്കുന്നവർ. വേതനം കൂട്ടാൻ സമരങ്ങളില്ല, അവകാശങ്ങൾ നേടാൻ പണിമുടക്കുകളുമില്ല. പക്ഷേ വർദ്ധിച്ചുവരുന്ന ദൈനംദിന ജീവിത ചിലവുകൾ എല്ലാവർക്കും ഭാരമായി കുതിച്ചുയരുമ്പോൾ തുച്ഛമായ വേതനം സ്വീകരിച്ച് സേവനം ചെയ്യുന്ന ഉസ്താദുമാരിൽ പലരും പിടിച്ചു നിൽക്കാൻ കഴിയാതെ തളർന്നു പോകുകയാണ്. തൂവെള്ള വസ്ത്രത്തിനും പുഞ്ചിരിക്കുന്ന മുഖത്തിനുമപ്പുറം മറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട പല ഉസ്താദുമാരുടെയും ദയനീയ ചിത്രം കരളലിയിപ്പിക്കുന്നതാണ്. അതുകൊണ്ടുതന്നെ വഴിമാറി ചിന്തിക്കുന്നവരുടെയും മറ്റു മേഖലകളിൽ ചേക്കേറുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. ചുരുക്കത്തിൽ ഈ മേഖലയും ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകളുടെ വെള്ളിനക്ഷത്രങ്ങളും അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. നാളിതുവരെ ഈ പാതയിൽ അവരെ പിടിച്ചു നിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സമുദായ സ്നേഹികളുടെ ഔദാര്യത്തിന്റെ മഹത്വം കുറച്ചു കാണുവാനോ മറച്ചുവെക്കുവാനോ കഴിയില്ലെങ്കിലും അതിന് ഏകീകരണ രൂപമോ കൂട്ടായ്മയോ ഇല്ലാത്തതിനാൽ അതിന്റെ ഗുണഫലം എല്ലാ ഉസ്താദുമാരിലേക്കും വ്യാപിപ്പിക്കുവാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ കഴിയുന്നില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് കഴിവുറ്റ പണ്ഡിതന്മാരിൽ പലരും മറ്റു മാർഗങ്ങളിലേക്ക് വഴിമാറുകയും പള്ളിമദ്രസ സേവനങ്ങൾക്ക് പ്രാപ്തർ കിട്ടാക്കനിയായി ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നതും. ഇതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞും അതിന്റെ പരിഹാരത്തിനുള്ള അന്വേഷണവുമാണ് ഈ കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കുവാനും തആവനുൽ ഖദം വെൽഫെയർ അസോസിയേഷന് രൂപം നൽകുവാനും ഞങ്ങളെ പ്രേരിപ്പിച്ചത്. തആവനുൽ ഖദം വെൽഫെയർ അസോസിയേഷന്റെ തുടക്കം 2004 സെപ്റ്റംബർ 9 ഹിജറ 1425 റജബ് 23 7 പേർ ചേർന്ന് തആവനുൽ ഖദം വെൽഫെയർ അസോസിയേഷന് തുടക്കം കുറിച്ചു. ഉമ്മത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനമായി മാറാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ച് റജബ് 27 പ്രമുഖ സൂഫി വര്യൻ മുടിക്കൽ അബൂബക്കർ മുസ്ലിയാർ മഖാമിൽ വച്ച് ആദ്യ മെമ്പർഷിപ്പ് വിതരണവും നടന്നു. തആവനുൽ ഖദം വെൽഫെയർ അസോസിയേഷന്റെ ലക്ഷ്യങ്ങൾ: വീട് നിർമ്മാണം, പെൺമക്കളുടെ വിവാഹം, ചികിത്സ, കുടുംബാംഗങ്ങളുടെ മയ്യത്ത് പരിപാലനം, മക്കളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ അവാർഡുകൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് താൽക്കാലിക സഹായങ്ങളും, സേവനത്തിൽ തുടരാൻ കഴിയാത്ത വിധം രോഗമോ വാർദ്ധക്യമോ തളർത്തുമ്പോൾ നിത്യവൃത്തിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അലയേണ്ടി വരാത്ത വിധം പ്രോവിഡന്റ് ഫണ്ടും പെൻഷനുമായി സ്ഥിര സഹായങ്ങളും നൽകുക, കുടുംബത്തിന്റെ അത്താണിയായ ഉസ്താദുമാർ മരണപ്പെടുമ്പോൾ ഡെത്ത് ഗ്രാറ്റുവിറ്റിയിലൂടെ കുടുംബത്തെ സഹായിക്കുക തുടങ്ങിയവയാണ് തആവനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഞങ്ങളുടെ മാർഗങ്ങൾ പെൻഷൻ, പ്രോവിഡന്റ് ഫണ്ട് തുടങ്ങിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വലിയ സാമ്പത്തിക ഭദ്രതയും സ്ഥിര വരുമാനവും ആവശ്യമാണ്. അതിന് ലക്ഷ്യമിടുന്ന മാർഗങ്ങൾ: അംഗങ്ങളിൽ നിന്ന് വേതനവിഹിതവും മറ്റും സ്വീകരിച്ച് ഫണ്ട് സ്വരൂപിക്കുക, പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകളും സാമ്പത്തിക സഹായങ്ങളും സ്വീകരിച്ച് സ്ഥിര വരുമാനത്തിന് സാഹചര്യമൊരുക്കുക, സമുദായ അംഗങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ പാരത്രിക വിജയത്തിനും സ്മരണ നിലനിർത്തുവാനും ജില്ലാ മേഖലാതലത്തിൽ വസ്തുക്കൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ബന്ധുക്കളെക്കൊണ്ട് വഖഫ് ചെയ്ത് മൂലധനം കണ്ടെത്തുക, ദിവസം 100 രൂപ ക്രമത്തിൽ മാസം 3000 രൂപയെങ്കിലും അവശരായ പ്രായമായ ഉസ്താദുമാരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിന് സമുദായ സ്നേഹികളിൽ നിന്നും മാസവരി സ്വീകരിച്ച് പദ്ധതി നടപ്പിലാക്കുക. നാളിതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ: സേവനം ചെയ്യാൻ കഴിയാത്ത വിധം വാർദ്ധക്യവും രോഗവും തളർത്തുമ്പോൾ മാന്യമായി ജീവിക്കുന്നതിനുള്ള അത്താണി എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. എങ്കിലും ഇതിനകം തന്നെ ധാരാളം അംഗങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ പങ്കാളികളാകുവാനും വീട് നിർമ്മാണം, ചികിത്സ, മരണാനന്തര പരിപാലനം, പെൺമക്കളുടെ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഹായിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തുടങ്ങിയ വർഷം മുതൽ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ അവാർഡുകളും മോഡൽ ക്ലാസുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടായ ശ്രമമുണ്ടായാൽ ഈ രംഗത്ത് ബഹുദൂരം മുന്നേറാൻ കഴിയും ഇൻഷാ അല്ലാഹ്. മറ്റ് സംഘടനകളോടുള്ള സമീപനം: നന്മയിലും ജീവിത വിശുദ്ധിയിലും പരസ്പരം സഹായിക്കുക,
എന്ന ഖുർആനിക സന്ദേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തുടക്കം കുറിച്ച ഈ അസോസിയേഷൻ സംഘടനാപരമായ പക്ഷപാതിത്വമോ വിഭാഗീയ ചിന്താഗതികളോ ഇല്ലാതെ എല്ലാ വിഭാഗം ഉസ്താദന്മാരെയും ഉൾപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഉസ്താദന്മാരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പ്രചരണം അസോസിയേഷനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ ഏതെങ്കിലും സംഘടനകളോട് പ്രത്യേക വിധേയത്വമോ മറ്റേതെങ്കിലും സംഘടനകളോട് ഐത്തമോ അസോസിയേഷനില്ല. പ്രഗത്ഭരായ ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന ശക്തമായ മതസംഘടനകൾ നിലവിലുള്ളപ്പോൾ അതിന് ഒരു പുതിയ സംഘടനയുടെ ആവശ്യമില്ല. അതുകൊണ്ടുതന്നെ എല്ലാ വിഭാഗം ഉസ്താദന്മാരും ഈ കൂട്ടായ്മയിൽ അണിചേരുന്നുണ്ട്. തആവനുൽ ഖദം വെൽഫെയർ അസോസിയേഷനെ കുറിച്ചുള്ള നേതാക്കളുടെയും ഉസ്താദന്മാരുടെയും വാക്കുകളിലേക്ക്. തഖ്വ സെന്ററിന്റെ ശിലാസ്ഥാപനവും പൊതുസമ്മേളനവും അതുപോലെ തന്നെ ദുആ മജ്‌ലിസുമായിക്കൊണ്ടാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നഗരം തന്നെ ആ തഖ്വയുടെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രദേശത്തിന്റെ തന്നെ നാമമായി ഈ സെന്റർ മാറിക്കഴിഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് തുടക്കം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സെന്റർ ഇവിടെ തുടങ്ങുവാനുള്ള കാരണം സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. നമ്മുടെ ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ കണ്ണീരും അദ്ദേഹത്തിൻ്റെ ആ ദയനീയമായ അവസ്ഥയുമാണ് ഇങ്ങനെയുള്ള ഒരു ശിലാസ്ഥാപനത്തിന് ഇവിടെ തുടക്കം കുറിച്ചത്. പണ്ഡിതന്മാർ, ഉലമാക്കൾ, മദ്രസമാർ, അതുപോലെ തന്നെ ഖത്തീബുമാർ, അതേപോലെ തന്നെ മദ്രസ മുഅല്ലിംകൾ, ഇമാമുകൾ, ഇവർക്കെല്ലാം സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാലിക് ബിൻ ദീനാറും അവിടുത്തെ അനുചരന്മാരും ഇവിടെ വന്നതോടുകൂടി അവർക്ക് വലിയ സ്ഥാനം തന്നെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കേണ്ടത് ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ നല്ലവരായ ആളുകളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പരിധിവരെ അവരെ സഹായിക്കുവാൻ ഇത്തരത്തിലുള്ള ഈ സംഘടനയിലൂടെ അല്ലെങ്കിൽ ഈ സെന്ററിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ ചരിത്രമാണ് നാം ഇവിടെ ഈ അധ്യായത്തിൽ തുന്നിച്ചേർക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഈ സ്ഥാപനത്തെ, ഈ പ്രസ്ഥാനത്തെ കാണാൻ സാധിക്കുന്നത്. എന്നും നമ്മുടെ ഓർമ്മയിൽ വരാനിരിക്കുന്ന ഒരു വലിയ രേഖയാണ് ഇവിടെ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അൽ ഉലമാ വറസത്തുൽ അംബിയ, ഉലമാക്കളെ സംബന്ധിച്ച് പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഉലമാക്കൾ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ്. വഴിയറിയാത്തവന് വഴി കാണിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മമാണ്. തന്റെ വക്കറ്റ് കൊണ്ട് മറ്റുള്ളവരുടെ പാത്രം നിറച്ചു കൊടുക്കുന്നത് ധർമ്മമാണ്. എന്തിനേറെ പറയണം, സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അവന്റെ മനസ്സിന് ആനന്ദം പകർന്നു കൊടുക്കുന്നത് പോലും ധർമ്മമാണ്. പരസ്പര സഹായവും സ്നേഹവും സഹകരണവും ഇത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. അൽ ഖൽഖു അഹ്ലുല്ലാഹ്, ഈ സൃഷ്ടി മുഴുവനും അള്ളാഹുവിന്റെ കുടുംബമാണ്.
അള്ളാഹുവിന്റെ കുടുംബാംഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ആ കുടുംബത്തിലെ സമസൃഷ്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി യത്നിക്കുന്നവരാണ്. ലോകം തന്നെ അള്ളാഹുവിന്റെ കുടുംബം, സൃഷ്ടിജാലങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കുടുംബം. ഈ മനുഷ്യ സമൂഹത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ സമസൃഷ്ടിയുടെ സഹായത്തിന്, അവനെ രക്ഷിക്കാൻ, അവനെ സഹായിക്കാൻ, അവന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാൻ യത്നിക്കുന്നവരാണ്. ഇത് മനുഷ്യര് മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഉന്നതമായ ഒരു സാമൂഹ്യ മാനമാണ് ഇസ്ലാം സിദ്ധാന്തിക്കുന്നത്, ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഉത്കൃഷ്ടമായ അയൽബന്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഉന്നതമായ സാമൂഹ്യ മാനത്തിന്റെ ഭാഗമാണ് തആവുനുൽ ഖദം. സക്കറാത്തിന്റെ ഹാലിൽ ബഹർ മുഴുവനും മുക്കിക്കുടിച്ചാലും കുടിപ്പിക്കപ്പെട്ടാലും ദാഹം തീരാതെ ഇങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടു കഴിയുന്ന സഹോദരന്റെ ചുണ്ടിൽ ഒരിറ്റ് തേൻ തൊട്ട് തേച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു തുള്ളി സംസം ഒഴിച്ചു കൊടുക്കുന്നത് അവന് വലിയ ആശ്വാസമാണ്. ഒരാളിന്റെ എല്ലാ ആവശ്യങ്ങളും പരിപൂർണമായി നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ആവശ്യം പരിഹരിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ തആവുനുൽ ഖദമിന്റെ പ്രവർത്തനം ഉപകരിക്കുന്നെങ്കിൽ അത് ആകാശത്ത് ഗവേഷണം നടത്തി, അല്ലെങ്കിൽ ആകാശത്തും ഭൂമിയിലും ഒരുപോലെ ഗവേഷണം നടത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ്, അത്ര മെച്ചമാണ്. എന്തുവാകട്ടെ, ഭാരം ചുമക്കുന്ന ഒരു മൃഗത്തെ മെലിഞ്ഞിട്ടിയ നിലയിൽ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃഗത്തിന്റെ ഉടമയെ താക്കീത് ചെയ്തു, ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. കാരണം അതും അള്ളാഹുവിന്റെ കുടുംബാംഗമാണ്. ജീവകാരുണ്യം, ജീവന്റെ ഏത് വസ്തുവിന്റേതുമാകട്ടെ, പരിസ്ഥിതിയോട് പോലും ഇസ്ലാം പ്രവാചകൻ മനസ്സ് തുറന്നിരുന്നു. ആ തരത്തിൽ പരസ്പര സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് പരസ്പര സഹകരണം, ആ സഹകരണത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് പരസ്പര സഹായം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്, ഒരു വ്യവസ്ഥിതിയാണ്. പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും പരസ്പരം ബന്ധം പുലർത്തുകയും ചെയ്യണം. ഇസ്ലാമിന്റെ പ്രചാരകരായ, ഇതിന്റെ പ്രയോക്താക്കളായ, ലോകത്തിന് മനസ്സിലാക്കിക്കൊള്ളാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാർ ഒത്തൊരുമിച്ച് അത് സഹായകമായി ഈ തരത്തിലുള്ള ഒരു സംവിധാനം അറിയുകയും ചെയ്യും. ഒരു സ്നേഹത്തിന്റെ പരവതാനി വിരിച്ച് പരസ്പരം ഒരു ബന്ധം കൂട്ടിയുറപ്പിച്ച് ആവശ്യക്കാരന്റെ ആവശ്യം മനസ്സിലാക്കി അതിന് പരിഹാരം നടത്തുകയും ചെയ്യുക എന്ന ഒരു തആവുനുൽ ഖദം സംഘടന രൂപീകരിച്ച് ഈ തരത്തിൽ ഇതിനെ വളർത്തിയെടുത്ത് വികസിപ്പിച്ച് ഇപ്പോ ഇതിനൊരു ആസ്ഥാന മന്ദിരത്തിന് നിശ്ചിത്യനായ ഹൈദരലി ശാബദങ്ങളെ കൊണ്ട് ശിലാസ്ഥാപനം നടത്തിച്ച ഇതിന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു ഈ പ്രവർത്തനത്തെ നാൾക്ക് നാൾ വളർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ. ഇതിന്റെ പ്രവർത്തകരെയും സഹായികളെയും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ സമുദായം ഇന്ന് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാരെയാണ്. അവർക്കിന്ന് നൽകുന്ന വിലയും നിലയും മറ്റൊരു സമൂഹത്തിലും മറ്റാർക്കും ലഭിക്കാത്ത ഒരു അംഗീകാരമാണെന്ന് നമ്മുടെ സമുദായം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർക്കുമുണ്ട് എന്ന സത്യം ഞാനും മനസ്സിലാക്കുന്നു. തീർച്ചയായും ഈ സംരംഭം ഏറ്റവും കൂടുതൽ അഭികാമ്യമാണ്. അതുകൊണ്ടാണ് പാണക്കാട് നിന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വന്ന് ഈ തഖ്വ സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാൻ തയ്യാറായത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം ആദരവ് പിടിച്ചു പറ്റിക്കഴിഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരെ പോലെ മറ്റൊരു വിഭാഗമില്ല. അതിന് അവരുടേതായ നിരവധി സംഭാവനകളുണ്ട്. അവരിന് ദിശാബോധം നൽകുന്നു, ഈ സമുദായത്തെ നേരായ വഴിക്ക് ചലിപ്പിക്കുന്നു എന്നുള്ള ധാരണയും വിശ്വാസവുമാണ് അവർ സമുദായത്തിനുള്ളിൽ ആർജിച്ച വിശ്വാസമാണ് അത്തരത്തിൽ അവർക്കൊരു അംഗീകാരം കിട്ടാൻ ഇടയായത്. അതിലെ 75% അതിന്റെ പങ്കും നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അത് നേരിടുന്നതിന് തീർച്ചയായിട്ടും അതിനൊരു സംവിധാനം വേണം. അത്
മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ സമീപിച്ച് അവരോട് വളരെ യാചനാപൂർവം സഹായം തേടുന്നതിനോ ഉള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പണ്ടൊക്കെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ തഖ്വ സെന്ററിന് എല്ലാവരും പിന്തുണ കൊടുക്കുന്നത്, എല്ലാവരും സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തഖ്വ സെന്ററിന്റെ പ്രവർത്തനത്തിനും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുമൊക്കെ ഞങ്ങളുടെ എല്ലാം പിന്തുണയും സഹായവും ഉണ്ടാകും. വിശിഷ്യ വ്യക്തിപരമായി എന്റെ എല്ലാ സഹായവും ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ഇന്നത്തെ ഈ യോഗ ഉദ്ദേശങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഒരു കാലത്ത് എൻ്റെ സമുദായത്തിൻ്റെയും സ്ഥിതി ഇതായിരുന്നു. അവിടെ അച്ഛന്മാരുടെയും അതുപോലെ പള്ളികളിലൊക്കെ ശുശ്രൂഷ നടത്തുന്ന മതപരമായ കാര്യങ്ങൾ നടത്താൻ ചുമതലപ്പെട്ട അവരുടെയൊക്കെ സ്ഥിതി ഇതായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്ത് അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കേന്ദ്രീകൃത സ്വഭാവമുണ്ട്. ഒരു ഏരിയ തിരിച്ചാണ് ഒരു ബിഷപ്പിൻ്റെ ചാർജുള്ളത്. അപ്പോൾ ആ ഏരിയയുടെ ചുമതല ആ ബിഷപ്പിനാണ്. ഒരു വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലെ രോഗബാധിതരായ പുരോഹിതർക്കും മറ്റ് ശുശ്രൂഷ നടത്തുന്നവർക്കുമൊക്കെ സഹായം നൽകുന്നതിന്. അതുകൊണ്ട് അതിപ്പോൾ ഒരു സമ്പ്രദായമായി 10-15 വർഷക്കാലമേ ആയുള്ളൂ. പക്ഷേ ഇപ്പോൾ കൃത്യമായി അത് നടക്കുന്നുണ്ട്. മാന്യമായ രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ശമ്പളവും ചുരുങ്ങിയത് 10,000 മുതൽ 20-25,000 വരെ ശുശ്രൂഷ ചെയ്യുന്നവർക്കുള്ള ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാക്കുന്ന ഈ 4,000 രൂപ 6,000 രൂപയൊക്കെ ഉള്ളൂ ഇവിടെ മദ്രസകളിലും പള്ളികളിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക്, അധ്യാപകർക്ക്, കർമ്മം ചെയ്യുന്നവർക്കൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ കുറവാണ്. ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. സർക്കാർ പോലും കൂലിക്കാർക്ക് ഇപ്പോൾ 350 രൂപയാണ്. വേറെ 10,000 രൂപ കിട്ടും സർക്കാരിൻ്റെ മിനിമം കൂലി. അപ്പം അതുകൊണ്ട് ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ കാലാനുസൃതമായ മാറ്റം വരണം എന്നുള്ളതിന് ഒരു തർക്കമില്ലാത്തൊരു കാര്യം. പക്ഷേ കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും ഇന്ന് ബന്ധപ്പെട്ട നിരവധി ആളുകളുള്ള ഈ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് ഇന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു രോഗം വന്നാൽ, ഞങ്ങളുടെ കുടുംബത്തിനൊരു പ്രശ്നം വന്നാൽ വലിയ തോതിലല്ലെങ്കിലും ആ പ്രശ്നത്തിന് വളരെ വ്യവസ്ഥാപിതമായി പരിഹാരം കാണാനാവുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരു വേദി, അങ്ങനത്തെ ഒരു സംഗമം, അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ വേദിയിലാണ് 29 രാവിലെ ഞാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സഹോദരന്മാർക്ക് അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ, എല്ലാവരും തേങ്ങ ഉടയ്ക്കുമ്പോൾ അവരൊന്ന് ചിരട്ടെങ്കിലും ഉടയ്ക്കത്തക്കവണ്ണം അവർക്കൊരു സംവിധാനം, ഒരു അത്യാവശ്യം വന്നാൽ അവരുടെ കുട്ടികൾ പഠിച്ചു പാസ്സായാൽ, കേരളത്തിൽ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിയാക്കന്മാരുടെ മക്കളിൽ നിന്നും നല്ല മാർക്ക് വാങ്ങിച്ചവർക്ക്, കൂടുതൽ മാർക്ക് വാങ്ങിച്ചവർക്ക് അവാർഡ് കൊടുക്കുക. അങ്ങനെ ഒരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുപോലെ ആ ആനിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 കിഡ്നിയും തകർന്ന ഒരു രോഗിയെ അദ്ദേഹത്തിന് സഹായിക്കുക, അദ്ദേഹത്തിന് ചികിത്സിക്കുക. അതുപോലെ പെമ്മക്കളെ വിവാഹം കഴിക്കുന്ന സമയത്ത് സഹായിക്കുക. വീട്ടിലെന്തെങ്കിലും അത്യാഹിതങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടായാലും ഒരു ചെറിയ സഹായം വളരെ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ, ഇതിനകത്ത് യാതൊരു പാളിച്ചയും വരാതെ വളരെ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ 100 കണക്കിന് 1000 ഉലമാക്കളുടെ ഒരു കൂട്ടവേദി, ഒരു പരസ്യ പദ്ധതികളും വലിയ പരിപാടികളും അനൗൺസ്മെന്റുകളും പ്രഖ്യാപനങ്ങളും സമ്മേളനങ്ങളും ജാഥകളും ഒന്നുമില്ലാതെ ഇത് സംഘടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ഇതിന്റെ ചാലക ശക്തികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു കൂടുതൽ നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സംഘത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇതൊരു വലിയ കൂട്ടായ്മയാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ആലിമീങ്ങൾക്ക്, യുവാക്കൾക്ക് ഇതൊരു അത്താണിയാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ച ആ മഹത്തായ ചടങ്ങിലും ഇന്ന് ഉദ്ഘാടനത്തിലും സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഈ തഖ്വ സെന്റർ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ, പ്രസ്ഥാനത്തിന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ, ലോകത്തെവിടെയുമുള്ള ആർക്കും ഇത് അറിയുവാനും അവരിലേക്കെല്ലാം നമ്മുടെ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും എത്തിക്കുവാനും കഴിയുന്ന ഈ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പള്ളികളിലും മദ്രസകളിലുമെല്ലാം ജോലി ചെയ്യുന്ന
മുക്രിമാർ മുതൽ മുദരിസ് വരെയുള്ള ഉസ്താക്കന്മാരും പണ്ഡിതന്മാരും പരസ്പരം സഹായങ്ങളും സഹകരണങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കൂട്ടായ്മ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്, സാഹചര്യത്തിൻ്റെ ആവശ്യവുമാണ് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മനസ്സുകൊണ്ട് അത്രമാത്രം താല്പര്യവും ആഗ്രഹവും ഉള്ളതുകൊണ്ട് എനിക്കിതിൽ എത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉസ്താദന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, വെള്ള വസ്ത്രവും ധരിച്ച് ഏറ്റവും ബഹുമാനം നമ്മൾ കൊടുക്കുന്ന, ജനനം മുതൽ മരണം വരെ വരുന്ന എല്ലാ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ നമ്മൾ നേതൃത്വ പ്രാർത്ഥനയ്ക്കും മറ്റും നേതൃത്വം കൊടുക്കുന്നതിനും ബഹുമാനം കൊടുക്കുന്നതിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്നാൽ അവരുടെ ജീവിത അവസ്ഥ ഇന്ന് ഒരു നേരത്തെ ഉച്ചഭക്ഷണത്തിന് ഏറ്റവും കുറഞ്ഞ മത്സ്യമായ മത്തി മേടിക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം. ആ രീതിയിൽ കണക്ക് കൂട്ടിയാൽ 4000-4500 രൂപ ശമ്പളമാണ് സാധാരണ ഒരു ഉസ്താദിന് മദ്രസയിൽ നിന്ന് കൊടുക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ പ്ലേറ്റ് കഴുകുന്ന ഒരുത്തിന് കിട്ടുന്ന ശമ്പളം കമ്പയർ ചെയ്താൽ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളത് ശരി. എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ആ സാഹചര്യം, അവർക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, അവർക്കൊരു വീട് പണി, അതല്ലെങ്കിൽ ഒരു മകളെ കല്യാണം കഴിക്കുന്ന സാഹചര്യം, ഈ വേദനയോടുകൂടി നമുക്ക് വേണ്ടി നേതൃസ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ എത്രമാത്രം ഏകാഗ്രത കിട്ടും. അല്ലെങ്കിൽ നമ്മളും നമ്മുടെ മക്കൾക്കും മരിച്ചുപോയവർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്നു. നിസ്കരിക്കുമ്പോൾ ഇമാമായിട്ട് നമ്മൾ പുറകെ നിൽക്കുന്നു, എല്ലാം ശരി, എല്ലാത്തിലും നമ്മൾ അവർ അംഗീകരിക്കുന്നു. എന്നാൽ അവരുടെ മനസ്സിന്റെ വേദന ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി മഹല്ല് നിവാസികൾ രംഗത്ത് വരണമെന്നുള്ള കടുത്തമായ അഭിപ്രായമാണ്. ഇതിനുവേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമൂഹത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ മനുഷ്യരിലും ധാർമ്മിക ബോധവും സദാചാര നിഷ്ഠയും വളർത്തുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദീനീ സേവകരായ ഉസ്താദന്മാർക്ക്, പള്ളി പരിപാലകർക്ക്, സമുദായത്തിന്റെ ഖാദിമീങ്ങൾക്ക് പെൻഷൻ, പ്രോവിഡന്റ് ഫണ്ട്, ഡെത്ത് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചൊരു പ്രസ്ഥാനമാണ് തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ. ഇത് തുടക്കം കുറിക്കുവാനുണ്ടായ കാരണത്തെക്കുറിച്ച് വിശദീകരിച്ചാൽ, വളരെ കാലം ഒരു പള്ളിയിൽ സേവനം ചെയ്തിരുന്നൊരു മഹാനായ പണ്ഡിതൻ, പ്രഗത്ഭനായ ഒരു പ്രവർത്തകൻ, സേവകൻ, നല്ലൊരു സംഘാടകൻ ഒരിക്കൽ വെള്ളിയാഴ്ച പള്ളിയിൽ കയറി നിന്നുകൊണ്ട് ജുമാ നിസ്കാരാനന്തരം നടത്തിയ ഒരു പ്രസംഗമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വേദിയെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാക്കിയത്. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾ വളരെ വേദനയോടും ദുഃഖത്തോടും കൂടി അല്ലാതെ നമുക്ക് അനുസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹം അവിടെ കൂടിയ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ വളരെ കാലം ഇന്ന പള്ളിയിൽ ജോലി നോക്കുകയായിരുന്നു. ഹൗദൻകരയിൽ ഒരു സാഹചര്യത്തിൽ തെന്നി വീണു. എന്റെ നട്ടെല്ലിന് സാരമായി പരിക്കുണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ വളരെ കാലം കഴിയേണ്ടി വന്നു. ആ മഹല്ലിലെ ആളുകൾ, നല്ലവരായ സഹോദരന്മാർ, എന്റെ ചികിത്സാ ചെലവും മറ്റാവശ്യങ്ങളും എല്ലാം വളരെ കാലം നിർവഹിച്ചു. 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളിയിലെ കമ്മിറ്റിക്കാർ എന്നോട് അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദ് വളരെ കാലമായി ഞങ്ങളുടെ മഹല്ലിൽ സേവനം ചെയ്യുന്നയാളാണ്. ഉസ്താദിനോട് അനുവാദം വാങ്ങാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി അവിടെ ഖത്തീബും മുദരിസും ഇല്ലാത്ത സാഹചര്യം നീണ്ടുപോയാൽ മഹല്ലിന്റെ കാര്യം വളരെ പോക്കാണ്, വിഷമകരമാണ്. അതുകൊണ്ട് ഉസ്താദ് അനുവാദം വന്നാൽ മറ്റൊരാളെ ഞങ്ങൾ നിയോഗിക്കാം എന്ന് എന്നോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഞാൻ വളരെ സന്തോഷപൂർവ്വം അവർക്ക് അനുവാദം നൽകി. ഇനി ഏതായാലും വളരെ കാലത്തേക്ക് എനിക്ക് നിങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് പറ്റിയ ആളെ നിങ്ങൾ എടുക്കുക, നിയോഗിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം എന്റെ ജീവിതം വളരെ പ്രയാസകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഹോദരൻ ആ വെള്ളിയാഴ്ച ജുമാക്ക് അവിടെ കൂടിയ ജനങ്ങളുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു.
ഇന്ന് എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വച്ചു നീട്ടുന്ന തുട്ടുകൾ കൊണ്ടുപോയി അരി വാങ്ങിച്ച് എന്റെ വീട്ടിൽ കൊടുത്താലല്ലാതെ ഇന്ന് രാത്രി എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് എന്റെ വീട്ടിലുള്ളത് എന്ന കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ അദ്ദേഹം ആ ജനങ്ങളുടെ മുമ്പിൽ പറയുകയും അവരിൽ നിന്ന് സംഭാവനകൾ വാങ്ങുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന, അവരെ ഇസ്ലാമിക ധാർമ്മിക മൂല്യമുള്ളവരാക്കി മാറ്റുന്ന പള്ളികളിലും മദ്രസകളിലും അതുപോലെയുള്ള സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അവർ വിഷമിക്കുമ്പോൾ, രോഗം കൊണ്ട് തളരുമ്പോൾ, ജോലി ചെയ്യാൻ, അധ്വാനിക്കാൻ, ഖിദ്മത്ത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ഗതികേടാണല്ലോ അവർക്കുണ്ടാകുന്നത് എന്നതിന്റെ പേരിലാണ് പ്രിയമുള്ള സഹോദരന്മാരെ തആവുനുൽ ഖദം എന്ന മഹത്തായ ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ കാലം തന്റെ ജീവിതം മൊത്തവും സമർപ്പിച്ച് ദീനിനു വേണ്ടി സേവനം ചെയ്തിരുന്ന സഹോദരൻ, അദ്ദേഹത്തിന് തുടർന്ന് ആ ജോലി നോക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ പള്ളികൾ കയറി നടന്ന് തന്റെ മക്കളെയും ഭാര്യയെയും പോറ്റുന്നതിന് ജനങ്ങളോട് കൈനീട്ടി തുണ്ടുകൾ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, എത്രയോ ദയനീയമാണ്, എത്രയോ വേദനാജനകമാണ്. ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സമുദായത്തിലുള്ള സമുന്നതരായ ആളുകളുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വരികയും ബഹുമാന്യരായ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, ഈ ദീനി സേവന മേഖലയിലുള്ള ആളുകൾ ഈ മഹത്തായ പ്രവർത്തനത്തെ ഏറ്റെടുക്കുകയും കേരളത്തിൽ വളരെ നല്ല ആവേശം നൽകുന്ന ഒരു പ്രവർത്തനമായി മാറുകയും ചെയ്തിട്ടുള്ളത്. അസോസിയേഷന്റെ പ്രവർത്തന പുരോഗതി, അസോസിയേഷന്റെ ഉന്നതമായ ലക്ഷ്യത്തെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും സമ്പന്നരും സാധാരണക്കാരുമെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു പെൻഷൻ പദ്ധതി ദീനീ സേവകർക്കിടയിൽ എന്നേ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന പലരുടെയും അടക്കം പറച്ചിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. 2010 ജനുവരി 6-ാം തീയതി കേരളത്തിലെ ആത്മീയാചാര്യൻ ബഹുമാന്യനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നടത്തുകയും 2011 ജൂലൈ 25-ാം തീയതി കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജനാബ് VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത അസോസിയേഷന്റെ ആസ്ഥാന മന്ദിരമായ തഖ്വ സെന്റർ കുറഞ്ഞ കാലം കൊണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞത് സമുദായ സ്നേഹികൾ നൽകിയ അകമഴിഞ്ഞ സാമ്പത്തിക സഹായം കൊണ്ടാണ്. തഖ്വ സെന്ററിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉസ്താദുമാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിലൂടെ അതിന് നൽകിയ ഓരോ തുകയും ജാരിയായ സദക്കയിൽപ്പെടുകയും സഹായികൾക്ക് നിത്യപ്രതിഫലത്തിന് കാരണമായി തഖ്വ സെന്റർ മാറുകയും ചെയ്യുന്നു. തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ ഉടൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ: സ്ഥിര വരുമാനത്തിന് ജില്ലാ മേഖലാതലത്തിൽ വസ്തുക്കളും കെട്ടിടങ്ങളും കണ്ടെത്തുന്നതിനും ദിവസം 100 രൂപ ക്രമത്തിൽ മാസം 3000 രൂപയെങ്കിലും അവശരായ പ്രായമായ ഉസ്താദമാരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുമുള്ള മാസവരി പദ്ധതിയും വിജയിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അംഗങ്ങളായ ഉസ്താദുമാർ. അവർക്ക് കരുത്തുപകരാൻ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും സവിനയം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന ഓരോ തുകയും നമ്മുടെ പിഞ്ചുമക്കളെ മതവിദ്യ പഠിപ്പിക്കുവാനും ദീനിന്റെ മറ്റു മേഖലകളിൽ സേവനം ചെയ്യുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട ഉസ്താദുമാരുടെയും അവരുടെ 10,000-കണക്കിന് കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനും ദീനിന്റെ നിലനിൽപ്പിനും ഉപകരിക്കുന്നതാണ്. തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ ഖത്തമുൽ ഖുർആൻ ദുആ മജ്ലിസ് അസോസിയേഷൻ അംഗങ്ങളായ ഉസ്താദുമാർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സഹായികളിൽ നിന്നും അംഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ മരണപ്പെട്ട പൂർവീകരുടെ മഗ്ഫിറത്തിനും ലോകസമാധാനത്തിനും മുഴുവൻ മനുഷ്യരുടെയും ഇഹപര വിജയത്തിനും ഖത്തമുൽ ഖുർആൻ ദുആ മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ 29-ാം രാവിൽ. കൂടാതെ ഓരോരുത്തരുടെയും ആവശ്യപ്രകാരം മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഖത്തമുൽ ഖുർആൻ ദുആ മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ
നിങ്ങളും പങ്കാളികളാകുക. ഈ കൂട്ടായ്മയെ വിജയത്തിലെത്തിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കുക. സംഭാവനകൾ അയക്കേണ്ട വിലാസം: സെക്രട്ടറി, തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ, തഖ്വ സെന്റർ, പാലക്കാട്ട് താഴം, മുടിക്കൽ PO, പെരുമ്പാവൂർ, എറണാകുളം. ചെക്ക് DD എടുക്കുന്നതിനുള്ള വിലാസം: തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ, SB ജോയിന്റ് അക്കൗണ്ട് 1001010278446, ഫെഡറൽ ബാങ്ക്, ആലുവ. الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل فقدره تقديرا وأشهد أن لا إله إلا الله وحده لا شريك له شهادة نعدها للقائه ذخرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالخيار والبشرى اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأتيت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ضرب الله مثلا رجلين أحدهما أبكم لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون
സദഖല്ലാഹു മൗലാന അൽ-അലിയ്യുൽ അദീം. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: لكل نبي رفيق في الجنة ورفيقي فيها عثمان بن عفان. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. ومما زادني شرفا وديرا وددت بأخم سيئة الثريا دخولي تحت قولك يا عبادي وأن سيرت أحمد لي نبيا دخولي تحت قولك يا عبادي وأنا سيرت أحمد لي نبيا. സമാദരണീയനായ ബഹുമാന്യനായ സ്വാഗത പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ VP സ്വാലിഹ് മരക്കർ മൗലവി, ആമുഖ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ചേലക്കുളം അബ്ദുൽ ഹമീദ് മൗലവി ഉസ്താദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ പള്ളിക്കര അബൂബക്കർ ഉസ്താദ്, ബഹുമാന്യനായ സുഹൃത്ത് അലി ബാഖവി, ഈ വേദിയെ വിശിഷ്ടമായി സദസ്സിനെ സാന്നിധ്യം കണ്ടതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവും വിശിഷ്ടവുമാക്കിയ പ്രിയപ്പെട്ട ബഹുമാന്യരായ ആദരണീയരായ പണ്ഡിത വരേണ്യരെ, ഈ വിശാലമായ മൈതാനിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകണം. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. സർവലോക സിദ്ധാവും സർവലോക പരിപാലകനും സർവദയാപരനും സർവാധിപതിയും സർവാധിനാഥനും സർവസ്വമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ ഈ സംഘടനയുടെ പ്രയാണത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും അവസാനം ഇവിടെ നിന്ന് മൺമറഞ്ഞു പോവുകയും ചെയ്ത ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ എന്ന ഈ സമൂഹം ആഗ്രഹിച്ച, ഈ സമൂഹത്തിൽ അനിവാര്യമായി രൂപം കൊള്ളേണ്ട, സമാനതകളില്ലാത്ത, യഥാർത്ഥത്തിൽ കേരളം സംഘടനാ ബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ്.
അത് ഇസ്ലാമിക സംഘടനകളാകട്ടെ ഇതര സംഘടനകളാകട്ടെ. പക്ഷേ ഇസ്ലാമിക പ്രാസ്ഥാനിക അടിസ്ഥാനത്തിൽ സംഘടനകൾ ഏറെയുണ്ട് എങ്കിലും ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് സമാനമായി പകരമായി മറ്റൊരു സംഘടന കേരളത്തിൽ ഇന്നേ വരെ നിലവിലില്ല. 2004 ആരംഭിച്ച് ഏതാണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടാവുകയും സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ തങ്ങളുടെ ശേഷി വിനിയോഗിക്കുകയും ചെയ്ത തആവുനുൽ ഖദം വെൽഫെയർ അസോസിയേഷൻ ഈ സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ബഹുമാനരായ നമ്മളുടെ പള്ളികളിലും തൈക്കാവുകളിലും മദ്രസകളിലും നമ്മുടെ മക്കളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടത്തിക്കൊണ്ടു പോകാൻ പാടുപെടുന്ന ബഹുമാനരായ ആലിമീങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആൻ സ്തുതിച്ച അടിമ എന്ന വിഷയത്തിന് കീഴിൽ ഞാൻ എന്റെ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉസ്താദിന്റെ കുട്ടിക്ക് 50,000 രൂപയുടെ അതൊരു മനുഷ്യനാണ് ഏറ്റെടുത്തത്. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. ഞാനൊരു ധാരാളം സദസ്സിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ആ സദസ്സിൽ പങ്കെടുക്കുന്ന ആളായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിലൊക്കെ അപ്പുറമായി പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ, മരണപ്പെട്ടു പോയി സമൂഹത്തിന് വേണ്ടി തന്റെ ആയുസ് ചെലവഴിച്ച ഒരു ഉസ്താദിന്റെ മകന്റെ കയ്യിലേക്ക് 50,000 രൂപ കൊടുക്കുമ്പോ ഇവിടെയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു പത്രേ ആ പൈസ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞത് കൊടുക്കുമ്പോ തആവുനുൽ ഖദത്തിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രേരണ നാളെ അഹമ്മദ് കബീർ ബാക്കവിയുടെ അവസ്ഥ എങ്ങനെയായാൽ എന്റെ മക്കളെ ഒരു സദസ്സിലേക്ക് കൈപിടിച്ചുയർത്തി ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു അഭ്യുദയാകാംക്ഷിയാണ് എന്ന രീതിയിൽ ഈ ഉലമാക്കൾ എന്റെ കുടുംബത്തെ അവർ ഒരിക്കലും തള്ളില്ല എന്ന ബോധമാണ് നാളെ അഹമ്മദ് കബീർ ബാക്കവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കുകയില്ല. ഈ ആൾക്കൂട്ടവും ഈ ആരവും ഈ അനുഗ്രഹവും ഒക്കെ ചിലപ്പോൾ ക്ഷണികമാവാം. അള്ളാഹു നിലനിർത്തി തരട്ടെ. നാളത്തെ അവസ്ഥ എന്താണ്? ഒരു മനുഷ്യനും അവൻ എത്ര വലിയ സിംഹാസനത്തിന്റെ മുകളിലാകട്ടെ, അവൻ ഭൂമിയുടെ താഴെയാവട്ടെ, താഴെയുള്ളവൻ മുകളിലാവാം, മുകളിലുള്ളവൻ താഴെയാവാം. നാളെ അങ്ങനെ ഒരു അവസ്ഥ എങ്ങാനും ഞാൻ എന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് ഈ പെടാപ്പാടുപെട്ട് ഞാൻ ഓടി നടക്കുന്നതെങ്കിൽ നാളെ അഹമ്മദ് കബീർ ബാക്കവി എങ്ങാനും കുടഞ്ഞു പോയാൽ നാളെ എന്റെ മക്കളുടെ കൈ പിടിച്ച് എന്റെ കുടുംബത്തിന്റെ കൈ പിടിക്കാൻ തആവുനുൽ ഖദത്തിന്റെ ഈ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ഉണ്ടാകും എന്ന ഒരു ബോധ്യമാണ് ഏത് തിരക്കിന്റെ ഇടയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്റെ മനസ്സിന് തോന്നിയത്. അതല്ലാതെ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ബോധം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹങ്ങൾ ക്ഷണികമാണെന്ന് തിരിച്ചറിയുക. കൊല്ലത്ത് ചിന്നക്കട റെയിൽവേ സ്റ്റേഷന്റെ റെയിൽവേ പുറംപോക്കിൽ നിങ്ങൾ പോയാൽ 4 ഓലകൾ കുത്തിവെച്ച ഒരു ചെറിയ കുടില് കാണാം. ആ കുടിലിൽ 62 വയസ്സുള്ള ശരീരം വല്ലാതെ മെലിഞ്ഞിട്ട് ഒരു മനുഷ്യനെ കാണാം. അയാൾ ഒരു അലുമിനിയം പാത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡരികിൽ നിൽക്കുന്നുണ്ട്. അയാൾ ആരെന്നറിയോ? 10 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടത്തിയ കശുവണ്ടി ഫാക്ടറിയുടെ 12 കശുവണ്ടി ഫാക്ടറിയുടെ ഉടമയാണ് ഇന്ന് ആ വഴിവക്കത്തിരിക്കുന്നത്. നാടകമേ ഉലകം നാളെ നടപ്പത് യാററിവാൻ എന്ന് തമിഴൻ പറഞ്ഞതുപോലെ ഉലകം നാടകമാണ്. നാളെ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആരോഗ്യവും നമുക്ക് തന്ന അനുഗ്രഹവും അല്ലാഹു നമുക്ക് തന്ന സമ്പത്തും നമ്മുടെ ശേഷിയും അല്ലാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജ്അതി നിഅമതിക വ ജമീഇ സഖതിക വന്നാർ. അല്ലാഹുവേ
അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയായിരുന്നു അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. ഒരനുഗ്രഹം ജീവിതത്തിൽ നീ നൽകുകയും അല്ലാഹുവേ പാതിവഴിയിൽ നീ അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ആർക്കും അല്ലാഹുവേ നീ നൽകല്ലേ തമ്പുരാനെ. വതഹൗലി ആഫിയതിക. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം നാളെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയ പണച്ചെറുപ്പ് ആരോഗ്യം തന്നതുകൊണ്ട് ആ വാക്കങ്ങ് 2 മണിക്കൂർ സംസാരിക്കുന്നുണ്ട്. പണച്ചെറുപ്പ് ആരോഗ്യം എടുക്കുന്നത് കൊണ്ട് കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയി അവന്റെ ജീവിതം നിറവേറ്റുന്നുണ്ട്. അള്ളാഹു എങ്ങാനും ആരോഗ്യം ഒന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പടച്ചറപ്പിനോട് കാര്യമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, 1 തന്ന അനുഗ്രഹം പിൻവലിക്കാതിരിക്കുക, 2 തന്ന ആരോഗ്യം ദുരവസ്ഥയിലെത്താതിരിക്കുക, 3 പൊടുന്നനെയുള്ള മരണങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക. രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവ് വൈകുന്നേരം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കാത്തുനിന്ന ഭാര്യ മക്കളും ഞങ്ങൾ ഇനി അനാഥരായല്ലോ എന്ന് മാറത്തട്ടഹസിച്ച് നിലവിളിക്കപ്പെടുന്ന പൊടുന്നനെയുള്ള മരണങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങളെ അവസാനം വരെ കാത്തുരക്ഷിക്കണേ എന്ന് മദീനത്തെ പള്ളിയുടെ ഈത്തപ്പന മരത്തിന്റെ ഓലകൾ ചാരി വെച്ച മസ്ജിദ് നബവിയിലിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ആ ദുആയിൽ പാതിരാ സമയം മുഴുവനും കണ്ണീര് കൊണ്ട് മുഴുകി വ്യാപൃതനായി എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി എന്റെ ശരീരത്തോടും എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത് അല്ലാഹു നൽകിയത് നിലനിർത്തി തരാൻ വേണ്ടി പടച്ചറബിനോട് ദുആ ചെയ്യുക. അല്ലാഹു ആ ദുആ ജീവിതത്തിൽ നിത്യമാക്കുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹൗലി ആഫിയതിക വഫുജഅതി നിഅമതിക വജമീഇ സഖ്തിക വന്നാർ. അല്ലാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹവും അല്ലാഹു നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, ഈ നാക്കൊരു അനുഗ്രഹമാണ്, ഈ കൈ ഒരു അനുഗ്രഹമാണ്, ഈ ആരോഗ്യം ഒരു അനുഗ്രഹമാണ്, കച്ചവടം ഒരു അനുഗ്രഹമാണ്, മക്കൾ ഒരു അനുഗ്രഹമാണ്. ജീവിതത്തിൽ അല്ലാഹു തന്നതെല്ലാം അനുഗ്രഹമാണ്. ഈ നാവിന് സംസാരിക്കാൻ ശേഷി തന്ന ഇതേ തമ്പുരാന് തന്നെ ഈ നാവിന്റെ ശേഷി ഇല്ലാതാക്കാനും പടച്ച തമ്പുരാൻ ഒരൊറ്റ നിമിഷം മാത്രം മതി. അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന ബോധം നമ്മുടെ എല്ലാവരെയും മനസ്സിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ, പൊതുജനങ്ങൾ അതെന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പടച്ചറബിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവേ എനിക്ക് ആത്മാർത്ഥമായിട്ട് നിന്നോട് പറയാൻ കഴിയും. പടച്ചറബേ, നെറ്റി കൊണ്ടുപോയി നിന്റെ മുമ്പിൽ കുനിച്ചു വെച്ചിട്ട് അള്ളാഹുവേ എന്റെ കൽബ് തുറന്നു കാണിച്ച് എനിക്ക് പറയാൻ കഴിയും, അള്ളാഹുവേ നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ ഇതേവരെ അഹങ്കരിച്ചിട്ടില്ല. അള്ളാഹുവേ, നിന്നെ ഓർത്ത് അറിഞ്ഞാണ് ഞാൻ ജീവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നന്ദിയുണ്ടെങ്കിലേ വർധനവുണ്ടാവൂ, കൃതജ്ഞതയുണ്ടെങ്കിലേ വർധനവുണ്ടാവൂ, കൃതജ്ഞതയുണ്ടെങ്കിലേ താഴ്ചയുണ്ടാവൂ. അള്ളാഹു നന്ദിയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ നന്ദിയുള്ള ദാസന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആൻ സ്തുതിച്ച അടിമ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ 20-21 തീയതികളിൽ ആലുവയിൽ വാർഷിക പ്രഭാഷണമുണ്ട്. ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദി. ആദ്യം തന്നെ ഞാൻ പറയുക, ഇൻഷാ അല്ലാഹ് എന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണത്തിന് ആ സദസ്സിൽ ഒരു 5 പൈസയുടെ പിരിവുണ്ടാവില്ല. ഇപ്പൊ തന്നെ പറഞ്ഞേക്കും, ബക്കറ്റ് വരെ അല്ലാതെ അവിടെ വെച്ച് 10,000 അല്ലാതെ കൈപൊക്കിക്കളൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് വന്ന സദസ്സിന് കൊടുക്കുന്നു സദല്ലാതെ വേറൊരു പിരിവ് ആ സദസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഈസാ നബിയുടെ 2ാം വരവ്, ഇമാം മഹ്ദി, ഈ 2 ദിവസവും 2 വിഷയം പരമാവധി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീർക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന്റെ പ്രവർത്തകർ അല്ലാഹു വർഗമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. ഖുർആൻ സ്തുതിച്ച അടിമ. അടിമകൾ 2 വിഭാഗമാണ്. ഒന്ന് അള്ളാഹുവിന്റെ അടിമ, മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. ലോകത്തെ അടിമകൾ 2 വിഭാഗം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് അള്ളാഹുവിന്റെ അടിമ, 2 മനുഷ്യന്റെ അടിമ. ഈ 2 അടിമകൾ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, മനുഷ്യന്റെ അടിമയായി മാറിയാൽ ആ അടിമയെ കൊണ്ട് ഉടമയ്ക്കാണ് ലാഭമുണ്ടാവുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അടിമയായി മാറിയാൽ ഉടമയെ കൊണ്ട് അടിമയ്ക്കാണ് നേട്ടമുണ്ടാവുന്നത്. വളരെ വ്യത്യാസത്തോടെ നമ്മൾ മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, അടിമകൾ 2 വിഭാഗം. ഒന്ന് അള്ളാഹുവിന്റെ അടിമ,
മറ്റൊന്ന് മനുഷ്യന്റെ അടിമ. നമ്മൾ വേറൊരു മനുഷ്യന്റെ അടിമയായാൽ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടിമയായാൽ, ഒരു നേതൃത്വത്തിന്റെ അടിമയായാൽ, ആ നേതൃത്വത്തിന് അടിമയെ കൊണ്ട് ഗുണമുണ്ടാകുമെന്നല്ലാതെ അവരെ കൊണ്ട് അടിമകൾക്ക് ഗുണമുണ്ടാകൽ വളരെയേറെ കുറവാണ്. നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടിമയായാൽ നേട്ടമാർക്ക് അടിമയ്ക്ക്, ഉടമയ്ക്കല്ല. നമ്മൾ അടിമയായി എന്നതുകൊണ്ട് ഉടമയ്ക്ക് യാതൊരുവിധ നേട്ടവുമില്ല. നമ്മുടെ അടുക്കൽ നിന്ന് അള്ളാഹു ആകുന്ന ഉടമയ്ക്കൊന്നും നേട്ടേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി മാറാൻ കഴിഞ്ഞാൽ ആ അടിമത്ത മനോഭാവം കൊണ്ടുള്ള യഥാർത്ഥ നേട്ടമാർക്ക, അത് അടിമത്ത മനോഭാവത്തോടെ പടച്ചറപ്പിന്റെ അടിമയായി ജീവിക്കുന്ന നമുക്ക് നൽകുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും വലിയ ബഹുമതി അള്ളാഹുവിന്റെ അടിമയായി മാറുക എന്നതാണ്. അതിനപ്പുറത്തോളം വലിയ ഒരു ബഹുമതി വേറെയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഫീഡ്ബാക്ക് ചെയ്യണം. ഫീഡ്ബാക്ക് ഇതൊരു വിശാലമായ ഗ്രൗണ്ടാണ്. സൗണ്ട് അത്ര കൊടുത്താലും അറിയില്ല, അങ്ങനെ അങ്ങ് തുറന്നു പോകും. ഈ ഫീഡ്ബാക്ക് കുറച്ച് സലാം സംസാരം സലീം ഇതിന്റെ പേരുള്ള സൗണ്ടാണ്. അള്ളാഹു നരകത്തിൽ കൊടുക്കട്ടെ. ദുആ ചെയ്താൽ ഇനി കൂട്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകൾക്ക് നൽകുന്ന ബഹുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതി, ഏറ്റവും വലിയ ബഹുമതി അള്ളാഹുവിന്റെ അടിമ, അബ്ദ് എന്ന് പറയുന്ന ബഹുമതിയാണ്. റസൂലാണോ, നബിയാണോ, അബ്ദാണോ, അടിമയാണോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി? ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമതി ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട ബഹുമതി റസൂലാവുക, നബിയാവുക, അടിമയാവുക. ഇതിൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? അതറിയണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അത്രേ അള്ളാഹുവിന്റെ തിരുദൂതരേ, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവാദം നൽകിയിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂലാകണോ, അള്ളാന്റെ നബിയാകണോ, അതല്ല അള്ളാന്റെ അബ്ദാകണോ, പ്രവാചകനാകണോ, നബിയാകണോ, അള്ളാന്റെ അടിമയാകണോ? ഏത് ബഹുമതിയാണ് നബി അങ്ങേക്ക് വേണ്ടത്? അള്ളാഹു ചോദിച്ചു, തിരുദൂതരെ, ഏതും ആ പദവി തന്നിട്ടാ ഞാൻ അങ്ങേ ബഹുമാനിക്കേണ്ടത്? അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഈ ലോകത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചമായ അള്ളാന്റെ റസൂലിനോടാണ് ചോദ്യം വരുന്നത്. നബിയെ, ഏത് ബഹുമതിയാണ് വേണ്ടത്? അള്ളാന്റെ തിരുദൂതരെ, റസൂൽ എന്ന ബഹുമതി വേണോ? അതല്ല നബി എന്ന ബഹുമതി വേണോ? അതല്ല ഒരു അബ്ദ്, ഒരു അടിമ എന്ന ബഹുമതി വേണോ? ആ സമയത്ത് അള്ളാന്റെ റസൂല് തിരഞ്ഞെടുത്തതല്ല. അല്ലാഹുവേ, 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 പിന്നിസുബതീരയിക, അള്ളാന്റെ റസൂല് പറഞ്ഞു പറ്റേ, അല്ലാഹുവേ, റസൂൽ എന്ന ബഹുമതിയല്ല, നബി എന്ന അടയാളമല്ല. അല്ലാഹുവേ, നിന്നിലേക്ക് ചേർത്തിട്ട് നിന്റെ അടിമ എന്ന് പറയാ. അല്ലാഹുവേ, നിന്റെ ഒരു യഥാർത്ഥ അടിമയായി അറിയപ്പെടാ, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, നിന്റെ നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലാഹുവേ, നിന്റെ തെറ്റുക്ക് വേണ്ടി സദാസമയവും ജീവിക്കുന്ന നിന്റെ ഒരു അടിമയായി മാറാൻ ഏറ്റവും വലിയ ബഹുമതിയായിട്ട് അള്ളാന്റെ റസൂല് തിരഞ്ഞെടുത്തതേടാ. അതുകൊണ്ടല്ലേ അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം പറയുമ്പോ, മിഅ്റാജിന്റെ യാത്രയുടെ കഥ പറയുമ്പോ അള്ളാഹു പറയുന്നത് എന്തെന്നറിയുമോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാനല്ലദീ അസ്റാ
തന്റെ പ്രവാചകനെ വാനാരോഹണം ചെയ്യിച്ചവനെന്നല്ല, തന്റെ നബിയെ വാനാരോഹണം ചെയ്യിപ്പിച്ചവനെന്നല്ല. അല്ലാഹു പറഞ്ഞതെന്താ? എന്റെ അടിമയെ, എന്റെ യഥാർത്ഥ അടിമയെ സപ്തവാനങ്ങളും താണ്ടിക്കിടന്ന് ആകാശത്തിന്റെ നവോമണ്ഡലത്തിലേക്ക് വാനയാത്ര ചെയ്യിപ്പിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാ. അല്ലാഹുവിന്റെ അടിമയെന്ന പദമാണ് ഏറ്റവും വലിയ പദവി എന്ന് പരിചയപ്പെടുത്തിയത് കൊണ്ടാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി വല്ലാതെ നന്ദിയുള്ള എന്റെ അടിമയാ, എന്റെ അടിമയാ, എന്റെ അടിമയാ, എന്റെ അടിമയാ. തൊട്ടിലിന്റെ ഉള്ളില് പ്രസവിച്ചു വീടുമ്പോ ആദ്യമായി ലോകത്തിന്റെ പുറംകരിയുടെ മുകളിലോട്ട് കടന്നു വരുമ്പോ നാവ് കൊണ്ട് തുറന്നിട്ട് ആദ്യത്തെ വാക്യം പറയുമ്പോ ആദ്യത്തെ ഭാഷാ പദാവലി പറഞ്ഞ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് തന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയതെന്താ? ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനീ നബിയാ. ആദ്യമായിട്ട് തൊട്ടിലോട്ട് പറന്നു വീടുന്നതിന് മുമ്പേ, ചോരയുടെ മണം മാറുന്നതിന് മുമ്പേ ആദ്യമായി സംസാരിച്ച ഈസാ നബി പറഞ്ഞിരണ്ട, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ യേശുവിന്റെ സഹോദരനല്ല, ഞാൻ മറ്റൊരാളുടെ പാപം പേറാൻ വന്നവനല്ല. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഒരടിമയാണ്, ഞാനൊരടിമയാണ്. എല്ലാവരെയും പോലെ ഞാനും ഒരടിമത്ത മനോഭാവമുള്ളവരാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അല്ലാഹു നൽകുന്ന നമ്മുടെ പദവിയിൽ സമ്പത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, സൗന്ദര്യം നൽകട്ടെ, ഏത് കിട്ടിയാലും ഈ ദുനിയാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയേടാ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പ്രവാചകന്മാര് ദുആ ചെയ്തപ്പോ അല്ലാഹുവേ അധികാരം വേണമെന്നല്ല, സമ്പത്ത് വേണമെന്നല്ല, സൗന്ദര്യം വേണമെന്നല്ല, അല്ലാഹുവേ വഅദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ അപാരമായ നിന്റെ കാരുണ്യത്തിന്റെ ഉള്ളിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട് ഫീ ഇബാദിക സാലിഹീൻ, നിന്റെ ഒരു സാലിഹായ അടിമയായി, നിന്റെ ഒരു യഥാർത്ഥ അടിമയായി, നിന്റെ മുമ്പിൽ തലകുനിക്കുന്ന അടിമയായി, നിന്നോട് യാചിക്കുന്ന, നിന്റെ മുമ്പിൽ കണ്ണുനീരിട്ട് വീഴുന്ന, നിന്റെ മുമ്പിൽ സമസ്തവും സമർപ്പിക്കുന്ന ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, ഒരടിമയെന്ന പദവി ലഭിച്ചാൽ, അതുകൊണ്ടല്ലേ ഖാദിയാൽ റളിയല്ലാഹു തആല പാടിപ്പോയത് അല്ലാഹുവേ വമിമ്മാ സാദനി ശറഫൻ വതീഹാ വസിത്തു ബിഖമസയ്യത തുറയ്യാ ദഖൂലി തഹത قولك يا عبادي وأنا سيرت أحمد لي نبيا. അല്ലാഹുവേ ആകാശമണ്ഡലത്തിൽ തത്തിക്കളിക്കുന്ന പുഞ്ചിരി പൊടിക്കുന്ന കാർത്തിക നക്ഷത്രത്തെ എന്റെ കൈവെള്ളയിൽ എടുത്തു തരാമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞ, ആകാശത്തിന് മിന്നിത്തിളങ്ങുന്ന തുറയ്യാ നക്ഷത്രം എന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ അല്ലാഹുവേ എനിക്ക് ഇഷ്ടമേടെന്നറിയോ? അദ്ഖൂലി തഹത ഖൗലിക യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകള്, എന്റെ അടിമകള്, എന്റെ അടിമകളെ എന്ന് പടച്ചറപ്പേ നീ വിളിക്കുമ്പോ നിന്റെ ഒരടിമയായിട്ട് നിന്റെ വിളിക്കുള്ളിൽ ചേരാൻ നാളെ മഹിശറയിലെത്തുമ്പോ യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോ ഓ സമയത്ത് അല്ലാഹുവേ മഹിശറയിൽ നിന്റെ ആലസ്യന്റെ തണല് കിട്ടുന്ന അടിമയാകാതെ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട അടിമകളെ സ്വർഗത്തിലേക്ക് പൊക്കോന്ന് പറയുമ്പോ ആ സമയത്ത് നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞ, അതാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യൻ, ഞാൻ നിങ്ങളും ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ട ഒരു പദവിയാണ് അള്ളാഹുവിന്റെ അടിമയായി മാറുക. അള്ളാഹുവിന്റെ അടിമയായി മാറുക. അള്ളാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എന്താ മനുഷ്യന്മാരെ ആമൻ പറയാ, അടിമയാവാൻ എത്ര പാടാ. അള്ളാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. എപ്പോഴും ഉടമയാവാനല്ല, നമുക്കൊരു വലിയ ആഗ്രഹം എപ്പോഴും ഉടമയാവാനാണ്. ഒരു നല്ല വീതിയുള്ള കരയുള്ള ഒരു പശമുഖ്യ മുണ്ടൊക്കെ ഇട്ട്
ഞാൻ എന്നെ തന്നെ പറയണത്, വേറെ ആരും പറയുന്നത്? വേറെ ആരെങ്കിലും പറയുമ്പോഴല്ല കുഴപ്പമില്ല, എന്നെ പറയാൻ കുഴപ്പമില്ലല്ലോ. നമുക്കെപ്പോഴും ഇഷ്ടം എന്താ? നല്ല വീതിയുള്ള കരയുള്ള പശയുള്ള മുണ്ടൊക്കെ മുക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല പശയിൽ കുളിച്ചിട്ട് കതറ് കോട്ടനൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ 10 ജോലിക്കാരുണ്ടെങ്കിൽ കടന്നു പോകുന്ന വഴിയിൽ വരുമ്പോൾ തന്നെ അത്തറിന്റെ മണമടിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ അങ്ങനെ വിളിച്ച് ഒരു ഉടമയാകാൻ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? ഏതൊരാളെ കണ്ടാലും പറയും എന്താ ജോലി? കമ്പനി നടത്താൻ 10-15 ജോലിക്കാരുണ്ട്. 10-15 ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ആ 15 പേരുടെ ഉടമയാണെന്നാണ്. ഉടമയാകാൻ ആഗ്രഹിക്കാം, പക്ഷെ അടിമയാകാൻ ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ അടിമയാകാൻ. അങ്ങനെ അള്ളാഹു ഒരു അടിമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. അള്ളാഹു നമ്മളങ്ങനെ ആക്കട്ടെ. എന്താ ആമീനില്ലാത്തത്? കണ്ടന്തലക്കായ ആമീനില്ലാത്തത് എന്താ? കേരളത്തിൽ ഒരു വലിയ പെരുന്നാൾ 200 പോത്ത് നടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് കണ്ടന്തറയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, നീ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്ടന്തര കേരളത്തിൽ 200-ലധികം പോത്തുകൾ ഇറക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇത് കണ്ടന്തറയാണ്. അള്ളാഹു ആ ഒരു മനസ്ഥിതി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതുകൊണ്ടും വിഭവശേഷി കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും അള്ളാഹു നന്നായിട്ട് അനുഗ്രഹിച്ച ഒരു മഹല്ലാണ് ഈ മഹല്ല്. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ മഹല്ലിലെ ജനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ എത്തിയ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകി അള്ളാഹു ജീവിതത്തിൽ നിലനിർത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം കയ്യിൽ കിട്ടുമ്പോൾ ദുനിയാവുണ്ടാവും, സമ്പത്തുണ്ടാവും. പക്ഷെ ആ സമ്പത്ത് നാളെ നിലനിൽക്കണമെന്നില്ലല്ലോ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തന്നെ പഠിപ്പിച്ചതെന്താ? ഖുൽ, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. എപ്പോഴും പറയണം അല്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ. എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ തമ്പുരാനെ, അധികാരം നീ ആഗ്രഹിക്കുന്ന കയ്യിൽ വെച്ചു കൊടുക്കുന്നവനാണ്. ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നീ അത് ഊരിയെടുക്കുന്നവനാ റബ്ബേ. അല്ലാഹുവേ, അധികാരം നിലനിൽക്കുന്നതല്ല. സഹോദരങ്ങൾ, അമേരിക്കയുടെ പാവ സർക്കാരായി മാറി അഫ്ഗാനിലെ പാവപ്പെട്ട നിരപരാധികളുടെ കരുത്തറച്ചിട്ട് ചെങ്കോര കൊണ്ട് അഫ്ഗാനികളുടെ പാവപ്പെട്ട ഇസ്ലാമിസ്റ്റുകളുടെ ചെങ്കോര കൊണ്ട് കയ്യിൽ മുക്കിയിട്ട് ഇങ്കിരാബ് വിളിച്ച ഏകാധിപതിയായ നജീബുള്ള അവസാനം കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കുത്തിയാട്ടപ്പെട്ടെങ്കിൽ നജീബുള്ള എന്ന ഭരണാധികാരി കോൺസുലേറ്റ് മന്ദിരത്തിന്റെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കപ്പെട്ടെങ്കിൽ ഇന്നത്തെ ഭരണാധികാരി നാളത്തെ ഏറ്റവും വലിയ യാചകനായി മാറുന്ന 48 വർഷക്കാലം ഈജിപ്തിനെ അടക്കി വരച്ചിട്ടൊരു ജൂതപ്പെണ്ണിന്റെ ചൂടും അനുഭവിച്ച ഹുസ്നി മുബാറക് അവസാന സ്ഥാനപട്ടനാക്കപ്പെട്ടെങ്കിൽ അല്ലാഹു പറയുകയാണ് മനുഷ്യ അല്ല തന്ന സമ്പത്ത് വേണ്ടതുപോലെ വിനിയോഗിക്കില്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സമയം നിന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്തിട്ട് അത് വേറെടുത്തിന്റെ കയ്യിൽ കൊടുക്കാൻ ഖജനാവിന്റെ ഉടമസ്ഥനായ റബ്ബിന് യാതൊരുവിധ പ്രയാസമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതുമ്പവാൻ, 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റ് നടത്തുന്നതുമ്പവാൻ, മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതുമ്പവാൻ. അള്ളാഹു പറഞ്ഞ സമ്പത്ത് നിലനിൽക്കില്ല. ഇന്നൊരാളുടെ കയ്യിൽ നാളെ ഇന്നത്തെ മുതലാളി, നാളത്തെ തൊഴിലാളി. ഇത് ഭൂമിയുടെ നിയമമാണ്. അള്ളാഹു ആരുടെ കയ്യിലും അത് കൃത്യമായി നിയന്ത്രിതമായിട്ടല്ലാതെ അള്ളാഹു കൊടുത്തിട്ടില്ല. ആഗ്രഹിക്കുമ്പോൾ അള്ള തീരുമാനിക്കുമ്പോൾ യശസ് ഉണ്ടാകും, അള്ള തീരുമാനിക്കുമ്പോൾ അത് മുഴുവനും ഇല്ലാതാകും. സർവ്വ നന്മകളുടെയും താക്കോൽ അള്ളാഹുടെ കയ്യിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഒരു പദവി അത് ലോകത്തൊരിക്കലും അവസാനിക്കില്ല. ഒരിക്കലും അവസാനിക്കില്ല.
അതുകൊണ്ടല്ലേ ജിബിരി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാരത്ത് അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ആ സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്നത്. നബിയെ, അള്ളാന്റെ തിരുദൂതരെ, അള്ളാന്റെ തിരുദൂതരെ, അള്ളാന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എങ്ങനെ അറിയപ്പെടാനാണ് താല്പര്യം? മലിക്കൻ റസൂല, രാജാവായ റസൂലാകണോ? അതല്ല അബ്ദൻ നബിയാ, അതല്ല പ്രവാചകനായ അടിമയാകണോ? രാജാവായ പ്രവാചകനാകണോ? അതല്ല അടിമയായ പ്രവാചകനാകണോ? ഏത് തെരഞ്ഞെടുത്തോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരെ നോക്കി ജിബ്രീൽ ആംഗ്യം കാണിച്ചു. നബിയെ, തവാദുവിനെ തെരഞ്ഞെടുത്ത നബിയെ, വിനയത്തെ തെരഞ്ഞെടുത്ത നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ, 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 മബ്ദനെ നബിയാ, വിനീതനായ ഒരു പാവപ്പെട്ട ദാസനായി അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറഞ്ഞു. എന്നിട്ട് വെറുതെ ഇരുന്നു, എന്നിട്ട് വെറുതെ ഇരുന്നു. പാതിരാവിന്റെ നിശബ്ദതയിൽ, പാതിരാവിന്റെ നിശബ്ദതയിൽ സ്വന്തം ഭാര്യയുടെ ചൂടും ചൂരും അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോ, ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോ ആ കിടപ്പുറയിൽ നിന്ന് പള്ളിക്കുള്ളിലേക്ക് വന്നിട്ട് കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിക്കുമ്പോ കിന്നയായ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചറപ്പിന്റെ മുമ്പിൽ തലകുലിച്ചിട്ട് വിഷമിക്കുന്നത് കാണുമ്പോ, എന്തേ ഭർത്താവേ, എന്തേ തിരുദൂതരെ, അള്ളാഹു സർവപാപങ്ങളും പുറത്തു തന്നതല്ലേ, പിന്നെന്തേ ഇങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള ദാസനായി തീരണ്ടേ ആയിഷ? ഏത് സമയത്താണ് ഈ സംഭവം നടക്കുന്നത്? ചിന്തിക്കും മനുഷ്യന്മാരെ, നന്നായിട്ടൊന്ന് ചിന്തിക്ക്. ഏത് സമയത്താ? അള്ളാന്റെ റസൂല് ഭാര്യയോട് വിട പറഞ്ഞ് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിക്കുള്ളിൽ വന്നിട്ട് കാലിൽ നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചതപ്പെടാ. ഹിജ്റ പോയപ്പോഴല്ല, മക്കമ്പത്തകിന്റെ കാലഘട്ടത്തിലല്ല, മക്ക തന്റെ കാൽച്ചുവട്ടിൽ വന്നതല്ല. എപ്പോഴെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് എടുക്കുമ്പോ, അള്ളാന്റെ മുമ്പിലേക്ക് പോകേണ്ട സമയമാകുമ്പോ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അള്ളാനോട് അടിമയാകണമെന്ന് ആവശ്യപ്പെട്ട് അടിമയായിട്ട് മനോഭാവമില്ലാതെ യഥാർത്ഥ അടിമയാകാതെ എങ്ങനെയാ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി എഴുന്നേറ്റ് നിൽക്കുക എന്നോർത്തിട്ട് രാത്രി ഉറക്കമില്ലാതെ കാലിന് നീര് വെക്കുന്നത് വരെ നിസ്കരിച്ചു പോയി. മൗലായ സല്ലി വസൽ പാടി നമ്മൾ സുന്നികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വഅത്ബതൽ വജുദു തയ്യബരതിൻ വലനാ മിഥ്ലൽ ബഹാരി അലാ ഖതൈക വല്ലനമീ. പാതിരാ സമയത്തിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാ. എങ്ങനെയാ എന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകിയെന്നറിയോ? കടലിലെ തിരമാല പോലെ എന്റെ കവിളിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുക. എപ്പോഴെന്നറിയോ? എപ്പോഴെന്നറിയോ? സിറാത്തിനെ ഓർമ്മ വന്നപ്പോ, ഹിസാബിനെ ഓർമ്മ വന്നപ്പോ, പടച്ചുറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓർമ്മ വന്നപ്പോ, കബറിൽ കിടക്കേണ്ട അവസ്ഥ ഓർമ്മ വന്നപ്പോ, നാളത്തെ ജീവിതത്തിന്റെ ആകസ്മികത ഓർമ്മ വന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ കവിൽ തടത്തിലൂടെ കണ്ണുനീരിന്റെ ചാലിട്ടൊരുകി. نعم سرى طيف من أهوى باركني والحب يعترف اللذات بالعالمين.
മൗലായ സല്ലി വസൽ അങ്ങനെ കണ്ണുനീരൊടുക്കി അള്ളാന്റെ റസൂല് കാല് നീര് വെക്കുന്നത് വരെ റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ചു. നമ്മൾ പറയാറുണ്ട് എപ്പോഴാ ആ സന്ദർഭമേടാ അള്ളാന്റെ റസൂൽ വിട പറയാൻ സമയമായി. അള്ളാഹുവേ നീ എന്നോട് അടിമയാകണമെന്ന് ചോദിച്ചപ്പോ അടിമയാകണമെന്ന് പറഞ്ഞവനാണ് ഞാൻ. അള്ളാഹുവേ എനിക്ക് നാളെ ഒരു അടിമയായി, അടിമകൾക്കാണ് നാളെ ഉടമയുടെ സമ്മാനം കിട്ടുക. അള്ളാഹു സമ്മാനം വാങ്ങിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രണ്ട് അടിമകളുടെ കഥ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ സ്തുതിച്ച അടിമ എന്തടിമയാകണം? അള്ളാഹു സുബ്ഹാനഹു വ തആല 3 അടിമകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു അടിമയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാനൊരു അടിമ എന്ന് പരിചയപ്പെടും. ഖുർആൻ പറഞ്ഞ അടിമയാണ്. ഒരായത്തിറങ്ങിയത് ആ അടിമയെ കുറിച്ച് പറയാനാണ്. സൂറത്തുൻ നഹൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കി തരട്ടെ. ضرب الله مثلا عبدا مملوكا لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير ومن يأمر بالعدل وهو على صراط مستقيم. അള്ളാഹു പറയുകയാണ് ഒരടിമയെ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. പടച്ചറപ്പിന്റെ ഖുർആനാണ്, സൂറത്തുൻ നഹ്ലാണ്. അള്ളാഹ് പറയുന്നത് നമ്മളെ കുറിച്ചാണ്. ചെറുപ്പക്കാരാ, ഒരടിമയെ പടച്ചറപ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരികയാ. അവൻ ആരെന്നറിയോ? അവനവന്റെ ഉടമയ്ക്ക് ഭാരമായി മാറി. ഉടമയ്ക്ക് ഭാരമായ അടിമ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അല്ലാഹു പറയുകയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച എന്റെ അടിമയാണ്. പക്ഷേ അവൻ ഉടമയ്ക്ക് ഭാരമായി മാറി. അവൻ ഉടമയ്ക്ക് ഭാരമാകാനുള്ള കാരണം എന്താ? അവൻ എവിടേക്ക് തിരിഞ്ഞാലും ഒരു നന്മ അവൻ കൊണ്ടുവരികയില്ല. എവിടേക്ക് തിരിഞ്ഞാലും, ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും അവൻ തിന്മ മാത്രമല്ലാതെ ചെയ്യില്ല. അവൻ കുടുംബത്തിനും ഭാരമാ, അവൻ നാടിനും ഭാരമാ, അവൻ വീടിനും ഭാരമാ, അവൻ സമൂഹത്തിന് ശാപമാ. അവനെ കൊണ്ട് ഈ ഭൂമിക്ക് ഭാരമല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു അടിമയാകല്ലേ, ഉടമയ്ക്ക് ഭാരമായ അടിമയാകല്ലേ. ഏത് അടിമയാണ് ഉടമയ്ക്ക് ഭാരമായി മാറുക? ആ സമയത്തല്ലേ ദുബൈയിൽ ധാരാളം ഡോളറുകളും ദിർഹമുകളും വാങ്ങിച്ചവരില്ലേ? ഒരു എക്കോണമിക് ക്രൈസിസ് വന്നപ്പോ, ഒരു സാമ്പത്തിക മാന്ദ്യത വന്നപ്പോ, കുറെ തൊഴിലാളികൾ കമ്പനികൾക്ക് ഭാരമായപ്പോ ആ സമയത്ത് കമ്പനി പിരിച്ചുവിട്ടില്ലേ? ഇനി കമ്പനിക്ക് നിങ്ങൾ ഭാരമാണ്, നിങ്ങളെ തീറ്റിപ്പെട്ടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, കൊടുത്തിട്ട് പിരിച്ചുവിട്ടില്ലേ? അല്ലാഹു പറയുകയാണ് ഈ അടിമകൾ എനിക്ക് ഭാരമായി മാറിയ, പടച്ചറപ്പിന് നമ്മളെ ഭാരമായി മാറിയ, പങ്ക് വിളിച്ചാൽ നിസ്കരിക്കുകയില്ല, റമദാനിൽ നോമ്പ് പിടിക്കുകയില്ല, സാമ്പത്തികം കിട്ടിയാൽ സദഖ ചെയ്യുകയില്ല. എല്ലാം എനിക്ക് വേണ്ടി